വിശദമായ വാർത്തകളിലേക്ക്. 500-ലേറെ നിർദ്ദേശങ്ങളുമായി സമർപ്പിക്കപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ 6 മാസം കഴിഞ്ഞിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തത് സർക്കാരിന്റെ ആത്മാർത്ഥതയെ തന്നെ സംശയിക്കുന്നതാണെന്ന് തുറന്നടിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. നിലവിലെ ആശങ്കകൾ ദൂരീകരിക്കുവാനുള്ള മറുപടി സർക്കാരിൽ നിന്നും ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അത് നൽകുവാനുള്ള ഉത്തരവാദിത്തം കമ്മീഷനെ നിയോഗിച്ച സർക്കാരിനുണ്ടെന്നും അഭിവന്ദ്യ പെരുന്തോട്ടം പിതാവ് വ്യക്തമാക്കി. ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി JB കോശി കമ്മീഷൻ നിയമിക്കപ്പെടുകയും ആ കമ്മീഷൻ വളരെ സമഗ്രമായ ഒരു ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു. ഇത്രമാത്രം ജനപങ്കാളിത്തം ലഭിച്ച ഒരു കമ്മീഷൻ നടപടികൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. 6 മാസം കഴിഞ്ഞിട്ടും ഇത്രയും കാലമായിട്ടും അതേക്കുറിച്ച് യാതൊരു പ്രതികരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സംശയം ജനിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു JB കോശി കമ്മീഷൻ നിയോഗിച്ചത്? അവരെ ഇത്രമാത്രം അധ്വാനപൂർണമായ ഒരു ദൗത്യം വിശ്വസ്തയോടെ നിർവഹിച്ചിട്ട് അതിനെന്തു പറ്റി? എന്താണ് സർക്കാരിൻ്റെ തുടർന്നുള്ള നടപടി? ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും വില കൽപ്പിക്കപ്പെടുമോ? ഈ പഠനത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ഇതേക്കുറിച്ചൊക്കെയുള്ള വളരെയധികം ആശങ്ക ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഈ സമൂഹം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു. അത് നൽകുവാനുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ കമ്മീഷനെ നിയോഗിച്ച സർക്കാരിനുണ്ട് എന്നത് സംശയരഹിതമായ കാര്യമാണ്. ജനാധിപത്യ ഒരു സംവിധാനത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ വികാരം, ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ അവസ്ഥ വിശദമായി സമർപ്പിച്ചിട്ട് പല കാര്യങ്ങൾക്കും പരിഹാരം കാണേണ്ട ഒരു വസ്തുതകൾ വ്യക്തമായി അവതരിപ്പിച്ചിട്ടും അതിനൊന്നും ഒരു മറുപടി ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ തന്നെ സംശയിക്കുവാൻ ഇടവരുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച ഈ പശ്ചാത്തലത്തിൽ എത്രയും വേഗം സർക്കാർ ക്രിയാത്മകമായി ഇടപെടുകയും അതിനുള്ള മറുപടി നൽകുകയും ചെയ്യണം എന്നുള്ളത് ഈ ജനത്തിൻ്റെ ആഗ്രഹവും ആവശ്യവുമാണ്.